ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്തായാലും നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ച ന്യൂസ് ചെയ്ത സമയത്ത് തന്നെ യെസ് ഫൈനലി നമുക്ക് അങ്ങനെ RDJയെ തിരിച്ച് MCUലേക്ക് നമുക്ക് ലഭിച്ചേക്കുവാണ്. ഇത്തവണ ഹീറോ ആയിട്ടല്ല, ഇത്തവണ വില്ലനായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ സാൻഡിയേഗോ കോമിക്കോണിൽ നിന്ന്, മാർവലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, എന്താണ് പുതിയ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറയാലോ, ഇത്തവണത്തെ മാർവലിന്റെ സാൻഡിയേഗോ കോമിക്കോണിന്റെ ലൈനപ്പിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് ഇല്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടും ഇല്ലായിരുന്നു. കാരണം അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്, അതുകൂടാതെ തന്നെ തണ്ടർ ബോൾട്ട്, പിന്നെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ അനൗൺസ്മെന്റ്, ഇത്രയും സാധനങ്ങളായിരുന്നു അവരുടെ മെയിൻ സ്ട്രീമിനകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ നമ്മൾ നേരത്തെ ആ ഒരു റൂമേഴ്സ് ന്യൂസിനകത്ത് ചെയ്ത സമയത്താണെങ്കിൽ തന്നെ നമ്മൾ ഒരു രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയൊരു കാര്യങ്ങൾ അൺവീൽ ചെയ്യാൻ വേണ്ടി തന്നെ. സോ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലാതിരുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുള്ളത്. ആൻഡ് അത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. മാർവൽ ഇത്തവണ സാൻഡിയേഗോ കോമിക്കോൺ പൊളിച്ചടിക്കുകയും തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക സിനിമയെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ കോമിക്കോണിൽ നിന്ന് ലഭിച്ചെന്നുള്ള കാര്യം സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. സോ ആദ്യം തന്നെ അവർ അനൗൺസ് ചെയ്ത എല്ലാ കാസ്റ്റിംഗ് വിളിച്ച് സ്റ്റേജിലേക്ക് വരുത്തിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വിന്റർ സോൾജർ പോലത്തെ ഒരു സിനിമ ആക്കണമെന്നാണ് അവർക്ക് ഈ ഒരു സിനിമയിൽ ആഗ്രഹം. അവർക്കൊല്ലാതെ തന്നെ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷേ ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് കിട്ടുമെന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത് തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ ജൻകാർലോ എസ്പെറ്റീസോയുടെ റോളിനെ കുറിച്ച് ഒത്തിരി രീതിയിൽ റൂമേഴ്സ് ഉണ്ടായിരുന്നു. പുള്ളിക്കാൻ ഏത് റോളാണ് സത്യം പറഞ്ഞാൽ പ്ലേ ചെയ്യാൻ പോണേന്നൊക്കെയുള്ളൊരു കാര്യം തന്നെ. ആൻഡ് നമുക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെർപ്പന്റ് സൊസൈറ്റിയുടെ ലീഡർ ആയിട്ടുള്ള സൈഡ് വിന്റർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോണേന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലൻ ജൻകാർലോ എസ്പെറ്റീസോ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ട്രെയിലറിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന് സത്യം പറഞ്ഞാൽ ടെലിപ്പോർട്ട് ചെയ്യാനുള്ളൊരു പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് കോമിക്സിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ എത്രത്തോളം ആ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് അവർ ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പോണേ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ഇനി ബാക്കി എന്തെങ്കിലും ട്രെയിലർ ഇറങ്ങിയാലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആൻഡ് ട്രെയിലറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കോമിക്കോണിനകത്ത് അവരൊരു സ്പെഷ്യൽ ക്ലിപ്പും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പെഷ്യൽ ക്ലിപ്പിനകത്ത് ഹാരിസൺ ഫോണിന്റെ ഒരു സ്പീച്ച് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിനകത്ത് അവർ സെലസ്റ്റിയലിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞാൽ സെലസ്റ്റിയലിനെ അഡമാൻഡിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പം എന്താണെങ്കിലും എക്സ്മെനും മ്യൂട്ടൻസും ഒക്കെ MCUലേക്ക് വന്നിട്ടുള്ളത് തന്നെയാണ്. സോ അവർക്ക് എന്താണെങ്കിലും അഡമാൻഡിയം അതിൻ്റെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ക്ലിപ്പിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെയും തണ്ടർ ബോൾട്സിൻ്റെ ഒക്കെ ഭാഗത്ത് നമുക്ക് ചെറിയ ഓരോ ക്ലിപ്സും ഫുട്ടേജും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെപ്പോൾ നമുക്ക് ആക്ച്വലി യൂട്യൂബിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുമില്ല. സോ ഇനി നമ്മൾ നേരെ തണ്ടർ ബോൾട്ട് സിനിമയിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ സിനിമ ഇപ്പോഴും ഓൺ ഗോയിങ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഹോൾ H പാനലിനകത്തുള്ള ആ ഒരു അനൗൺസ്മെന്റിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഇനി നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന മറ്റൊരു മാർവലിൻ്റെ ഒരു വെറൈറ്റി ടീം ഓഫ് സിനിമ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ മാർവലിൻ്റെ വേർഷൻ ഓഫ് സൂയിസൈഡ് സ്ക്വാഡാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത്തവണ അവർ കാസ്റ്റിനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡേവിഡ് ഹാർബർ റെഡ് ഗാർഡിയൻ്റെ ആ ഒരു ഒഫീഷ്യൽ കോസ്റ്റ്യൂമിൽ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കോസ്റ്റ്യൂം ഇടുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നിങ്ങൾ ആരും ഇട്ടില്ല, നിങ്ങൾ എന്നെ വെറുതെ വിളിച്ച് പറ്റിച്ചു എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ നമുക്ക് മറ്റൊരു ചെറിയൊരു റൂമേഴ്സ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ലൂവിസ് പുൾമാൻ ആയിരിക്കും തണ്ടർ ബോൾട്ടിനകത്ത് സെൻട്രിയുടെ ക്യാരക്ടറിനെ ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റൂമേഴ്സിൽ കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. മാർവൽ ഇപ്പോഴും അത് ഒഫീഷ്യലി അനൗൺസും ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിക്കാരൻ സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്താണെങ്കിലും ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, ലൂവിസ് പുൾമാൻ തന്നെയാണ് സെൻട്രിയുടെ ക്യാരക്ടറിനെ MCUനകത്ത് ചെയ്യാൻ പോകുന്നത് തന്നെ. സോ ഇനി നമുക്ക് നേരെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. കാരണം എന്ന് പറഞ്ഞാൽ കോമിക് വൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോറിനെ കുറിച്ച് കുറേയധികം അപ്ഡേറ്റ് സാന്റിയാഗോ കോമിക്കോണിൽ കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. അത് ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല, അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സിനിമയുടെ പേര് അവർ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നാണ് പുതിയ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള പേരിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ഇതിന്റെ കൂടെ തന്നെ അവർ ചെറിയൊരു 4:3 റേഷ്യോയ്ക്കകത്ത് ഒരു ഫുട്ടേജും കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കോമിക് വണ്ണിനകത്ത് തന്നെ. ആൻഡ് ഇതിനകത്ത് കുറച്ചും കൂടി അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 60s ഈ ഒരു സിനിമ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കാറിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ടീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊന്നുമല്ല, ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗലാക്ടസിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ
അവരുടെ ഒരു എന്താ പറയുക ലേസർ ഷോയും കൂടി ഉണ്ടായിരുന്നു കോമിക് ബോണിന്റെ സമയത്ത് തന്നെ. അതിനകത്ത് ഒരു ഗലാക്ടസിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫാന്റാസ്റ്റിക് ഫോറിനകത്തുള്ള മെയിൻ വില്ലൻ ഗലാക്ടസ് ആകുന്നത്? അവർ ഗലാക്ടസിനെ ഇത്തവണയെങ്കിലും ഗലാക്ടസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് ഒരു എന്താ പറയുക ഒരു ജസ്റ്റിസ് കൊടുക്കുമോ, അതോ നേരത്തെ നമ്മൾ പണ്ട് ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ട സിനിമയിലെ പോലെ ഒരു ഗലാക്ടസ് ആയി മാറുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. ആൻഡ് വേറൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം അവർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് ഫോർ ഇനി വരാൻ പോകുന്ന അവഞ്ചേഴ്സിന്റെ 2 സിനിമയ്ക്കകത്ത് ഒരു മേജർ പാർട്ട് പ്ലേ ചെയ്യുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. പീറ്റർ പാസ്കൽ ഒരു കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. സോ പുള്ളിക്കാരൻ്റെ ടീമും കൂടി എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ എന്തെങ്കിലും കാര്യം കണ്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറും ആക്ട്രസസും തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ള കാസ്റ്റിങ്ങിനകത്ത് അവർക്ക് ചെയ്യാനും അവർ നല്ല രീതിയിൽ തന്നെ നല്ലൊരു കാസ്റ്റിങ്ങും കൊണ്ടുവന്ന് തരാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഇത്രയും കൊണ്ട് ഈ കോമിക് കോൺ തീരുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഹൈപ്പും പ്രത്യേകിച്ച് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. പക്ഷേ അവിടെയാണ് മാർവലിന്റെ തിരിച്ചുവരവ് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചു ടാറ്റ ബൈ ബൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച സമയത്താണ് കെവിൻ ഫീജി വന്നിട്ട് മറ്റൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇറങ്ങാൻ പോണ 2 അവഞ്ചേഴ്സ് സിനിമയും റൂസോ ബ്രദേഴ്സ് തന്നെയായിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും അവരുടെ ഡയറക്ഷൻ എത്ര വേറെ ലെവലായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ഡയറക്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പേടിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇനിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതല്ല, എല്ലാവരും സർപ്രൈസ് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ അനൗൺസ്മെന്റ് മറ്റൊന്നുമല്ല, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ആൻഡ് ആ ഡൂം വിക്ടർ വാൻ ഡൂം അല്ലെങ്കിൽ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്ന മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് അയൺമാൻ റോബർട്ട് ഡൗണി ജൂനിയർ ആണെന്നുള്ളൊരു കാര്യം കൂടി അവരിനകത്ത് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റോബർട്ട് ഡൗണി ജൂനിയർ വന്നിട്ട് നേരത്തെ അയൺമാൻ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സെയിം പോസ്റ്റിനകത്ത് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഐ ആം വിക്ടർ വാൻ ഡൂം, ഡോക്ടർ ഡൂം. എന്താ പറയേണ്ടത്, ഭയങ്കര നമ്മൾ ഒരു ഫാൻസ് പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ന്യൂസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെ. ആൻഡ് ഫൈനലി ഡ്രീം കം ട്രൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ നേരിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് റോബർട്ട് ഡൗണി ജൂനിയർ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മാർവൽ കോമിക്സിലേക്ക് തന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും വിക്ടർ വാൻ ഡൂം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ചില സമയത്ത് നമുക്ക് വില്ലനായിട്ട് തോന്നും, ചില സമയത്ത് ആൻറ്റി ഹീറോ ആയിട്ട് തോന്നും. നമുക്ക് അറിയില്ല, ഭയങ്കര ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ് വിക്ടർ വാൻ ഡൂമിൻ്റെ ക്യാരക്ടർ തന്നെ. സോ RDJ നല്ലൊരു ചോയ്സ് ആയെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അവർ കോമിക് കോണിനകത്ത് അവഞ്ചേഴ്സിന്റെ 2 സിനിമയാണ് അവർ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഒന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് തന്നെയാണ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ആൻഡ് ഈ സിനിമ സീക്രട്ട് വാർസിന് മുമ്പായിരിക്കും നമുക്ക് ലഭിക്കാൻ പോണ May 2026 ഇത് റിലീസ് ചെയ്യാൻ പോണേ എന്നുള്ളൊരു ഡേറ്റും കൂടി നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മൈൻഡ് ഉണ്ടാകുന്ന വലിയൊരു ചോദ്യം തന്നെയാണ്, അപ്പോൾ എവിടെ പോയി അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണതൻ മേജേഴ്സ് പോയിന്റ് പുറകെ തന്നെ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റിയും പോയെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം, കാരണം മാർവൽ ഇപ്പോൾ ചെയ്ത സത്യം പറഞ്ഞാൽ ഡാമേജ് കൺട്രോൾ തന്നെയാണ്. കാരണം ഈ ഒരു ക്യാരക്ടറിനെ അവർ റീകാസ്റ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ടൈം ലൈൻ ഇതാക്കുന്നതിലും ഭേദം ആ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് ഡൂമിനെ കൊണ്ടുവന്നിട്ട് അവർ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് മാർവൽ വിചാരിച്ചിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഡൂമിനെ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമ്മുടെ ഓഡിയൻസിനെയൊക്കെ എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ കൂടി ആയിരിക്കണം. ആ ഒരു ഒറ്റൊരു മാസ്റ്റർ പ്ലാനിലാണ് RDJ തിരിച്ചു വന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് RDJയുടെ അയൺമാൻ. അപ്പോൾ ഈ അയൺമാൻ എങ്ങനെ ഡൂം ആയെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി TVA പോലെ നമുക്ക് മൾട്ടിവേഴ്സിന്റെ ആ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് വേരിയൻസിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ചിലപ്പോൾ ഇതൊരു അയൺമാൻ്റെ വേരിയന്റ് ഭാവിയിൽ ഡോക്ടർ ഡൂം ആയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിലുള്ളൊരു ഡോക്ടർ ഡൂം എൻറ്റയർ മൾട്ടിവേഴ്സിന് ത്രെട്ട്, അതായത് വലിയൊരു വില്ലനായിട്ട് വരുന്ന ഒരു ഡോക്ടർ ഡൂമും ആകാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. സോ എന്താണെങ്കിലും ടാറ്റ ബൈ ബൈ ജോണതൻ മേജേഴ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാങ്ങിന്റെ ക്യാരക്ടറിന് ചിലപ്പോൾ അവർ അവിടെ ഇവിടെയും കാണിക്കുമായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല.
സോ കാങ് എന്ന് പറഞ്ഞ കാങ് ദ കോൺകറർ ഇനി ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡൂമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഡൂംസ് ഡേ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ആ ഒരു തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇത് തന്നെയാണ് നല്ലൊരു ഡാമേജ് കൺട്രോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ. കാരണം വേറൊരു ക്യാരക്ടറിനെ റീകാസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കുറേയധികം ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ബെറ്റർ അവരിപ്പോൾ ചെയ്തൊരു കാര്യം തന്നെയാണ് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ RDJ ഹീറോയിൽ നിന്ന് വില്ലനായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആൻഡ് ഇനി ഡൂംസ്ഡേ അല്ലെങ്കിൽ സീക്രട്ട് വാർസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആക്ച്വലി RDJ ജയിക്കണമെന്നാണോ അതോ അവഞ്ചേഴ്സ് ജയിക്കണമെന്നാണോ പറയാൻ പോണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഡോക്ടർ ഡൂമിനെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഒറിജിനൽ ഫെന്റാസ്റ്റിക് ഫോറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫെന്റാസ്റ്റിക് ഫോറിന്റെ റീമേക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ദുരന്തം. ആ ഒറിജിനൽ ഫെന്റാസ്റ്റിക് ഫോറിലുള്ള ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സിൽവർ സർഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് ആ ഒരു ആക്ടർ ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. സോ RDJക്ക് നല്ലൊരു റൈറ്റിംഗ് നല്ലൊരു സ്ക്രിപ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് താനോസിനേക്കാളും നല്ലൊരു സ്ക്രിപ്റ്റ് കൊടുത്തതിനാൽ മാത്രമേ നമുക്ക് എന്താ പറയണ്ടേ അവഞ്ചേഴ്സിനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി അവഞ്ചേഴ്സ് ജയിക്കണമെന്ന് തോന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണെങ്കിലും റോബർട്ട് ഡൗണി ജൂനിയർ ജയിക്കണം, ഡോക്ടർ ഡൂം ജയിക്കണം, അവഞ്ചേഴ്സ് ആകണം എന്നൊക്കെ പറയാൻ സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ കാസ്റ്റിങ്ങിനെ കണ്ടിട്ട് നിങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതാണോ അതോ നിങ്ങളും എന്നെ പോലെ എക്സൈറ്റഡ് ആയോ, നിങ്ങൾ സർപ്രൈസ്ഡ് ആയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ സർപ്രൈസ്ഡ് ആയി. നമ്മൾ ആ ഒരു ന്യൂസ് ഇട്ടാണെങ്കിലും ഞാൻ അത്രയ്ക്ക് അത് റൂമേഴ്സ് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് മൈൻഡ് ബ്ലോയിങ്, അല്ല വേറൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അയൺമാൻ ആണ് MCU സ്റ്റാർട്ട് ചെയ്തത്. സോ MCUവിന് ഒരു എന്താ പറയണ്ടേ, MCU ഇപ്പോൾ നമ്മൾ എൻഡ് ഗെയിമിന് ശേഷം ചത്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അയൺമാൻ തന്നെ തിരിച്ചു വന്ന MCUവിനെ എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെഡ്പൂൾ അല്ല, അയൺമാൻ ആണ് സത്യം പറഞ്ഞാൽ മാർവൽ ജീസസ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ലോക്കി എന്നും പറയാൻ സാധിക്കും. സോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.